Good morning, students. Adutha university question idana. The probability of a bomb hitting a target is 1 by 5. 2 bombs are enough to destroy a bridge. If 6 bombs are aimed at the bridge, find the probability that the bridge is destroyed. Bridge destroy ആണ് probability കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന distribution, Poisson distribution ഏതാണ്? Binomial distribution ആണ്. Binomial distribution എന്താണ്? Probability of x is equal to x, NCx, p raised to x, q raised to n minus x. n is small. n ന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? n is equal to 6. Binomial distribution ഉപയോഗിക്കുന്നു. ഇവിടെ probability of hitting a target p is equal to എത്രയാണ്? 1 by 5 ആണ്. p 1 by 5 ആണ്. q കാണാനുള്ള ഫോർമുല എന്താണ്? 1 minus p. അപ്പോൾ 1 minus 1 by 5. 5 minus 1 4 4 by 5. അപ്പോൾ q ന്റെ വാല്യൂ നമുക്ക് 4 by 5 കിട്ടി. p ന്റെ വാല്യൂ നമുക്ക് 1 by 5 കിട്ടി. p plus q is equal to 1 ആണ്. p യും q കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും? 1 ആണ്. അതുകൊണ്ടാണ് q is equal to 1 minus p. അപ്പോൾ n is equal to 6, p is equal to 1 by 5, q is equal to 1 minus p, that is equal to 4 by 5. ഇനി probability of x is equal to x. അപ്പോൾ എന്ത് വരും? നമ്മുടെ ഫോർമുല കൊടുക്കുമ്പോൾ NCx 6 C6, p എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by 5 whole raised to x, q എന്ന് പറഞ്ഞാൽ എന്താണ്? 4 by 5 whole raised to 6 minus x. നമ്മുടെ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ n ന്റെ സ്ഥാനം 6 കൊടുക്കും. 6cx c6 1 by 5 whole raised to 6x 4 by 5 6 minus x. ഇത് നമുക്ക് probability of x is equal to 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. Probability of x is equal to 2 കണ്ടുപിടിക്കണം. Probability x is equal to 2 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? 6c ഈ x ന്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. 6c2 1 by 5 whole raised to 2 4 by 5 whole raised to 6 minus 2, that is equal to 4. This simplify. Simplify എന്ത് വരും? 6 into 5 divided by 1 into 2 into ഇവിടെ 1 by 5 square എന്ന് പറഞ്ഞാൽ എത്രയാ? 1 by 25 into 4 raised to 4 divided by 5 raised to 4. ഇതിലൊരു 5 നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ ഇത് 5 ക്യൂബ് വന്നു. Therefore numerator നമുക്ക് 6 into 4 raised to 4 divided by denominator 1 into 15 into 125. That is 6 into 256 divided by 50 into 125. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 6 into 256 നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1536. ഡിനോമിനേറ്ററിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 6250. 6250. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 0.24576. 24576. That is equal to 0.25. അപ്പോൾ probability that the bridge is destroyed എത്രയാണ്? 0.25. ഇത് ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചത്. ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഉപയോഗിച്ച ഡിസ്ട്രിബ്യൂഷൻ ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അറിഞ്ഞിരിക്കണം. പ്രോബബിലിറ്റി ഓഫ് x is equal to x, NCx p raised to x, q raised to n minus x. p എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സക്സസ്. q എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ. അപ്പോൾ p plus q is equal to എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ n എന്താണ് തന്നിരിക്കുന്നത്? 6 ആണ്. n is equal to 6. p is equal to എത്രയാണ്? പ്രോബബിലിറ്റി ഓഫ് സക്സസ് എത്രയാണ്? 1 by 5. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ കാണാനായിട്ട് 1 minus p. 1 minus p എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ കിട്ടും. കാരണം p plus q is equal to 1. അപ്പോൾ n is equal to 6, p is equal to 1 by 5, q is equal to 4 by 5 ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് x equal to x നമുക്ക് 6c6 6cx 1 by 5 whole raised to x 4 by 5 whole raised to 6 minus x. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് x is equal to 2 കണ്ടുപിടിക്കണം. പ്രോബബിലിറ്റി ഓഫ് x is equal to 2 കാണാനായിട്ട് ഈ x ന്റെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 6c2 1 by 5 whole square 4 by 5 whole raised to 4. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി എത്രയാണ്? 0.25. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് ദി ബ്രിഡ്ജ് ഈസ് ഡിസ്ട്രോയ്ഡ് ഉള്ള പ്രോബബിലിറ്റി എത്രയാണ്? 0.25. ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.